അങ്ങനെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ നിയമമനുസരിച്ച് ഒരു കൂട്ടം പേർക്ക് പൗരത്വം ലഭിച്ചിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം താഴെത്തട്ടിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്? ബംഗാളിലെയും അസമിലെയും അതിർത്തി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. ഇന്ത്യ ഒരു മതേതര രാജ്യം, എല്ലാ മനുഷ്യരും തുല്യർ. ആ മൗലിക തത്വത്തിന് പൂർണ്ണമായും എതിരാണ് പൗരത്വ ഭേദഗതി നിയമം. 2019 മോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം മതാടിസ്ഥാനത്തിലാണ് പൗരത്വം നൽകുന്നത്. 2014 ഡിസംബർ 31 അതിനു മുമ്പോ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരും കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരുന്നവരുമായ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പുതിയ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കും. എന്നാൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം ലഭിക്കില്ല. നിയമം വിവേചനപരമാണ്. മാത്രമല്ല, ഈ നിയമം മതപരമായ വിവേചനം പുലർത്തുന്ന മറ്റ് പല നടപടികളുടെയും തുടക്കമാണെന്ന ആരോപണവും ഉയർന്നു. മോദി സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭമുയർന്നു. പൗരത്വ ഭേദഗതി നിയമം പലയിടത്തും സാമുദായിക സ്പർദ്ധയുണ്ടാക്കി. ദില്ലി കലാപകലുഷിതമായി. ഈ വർഷം മാർച്ച് 11 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം മോദി സർക്കാർ പുറപ്പെടുവിച്ചു. മെയ് 15 കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി SH അജയ്കുമാർ 14 പേർക്ക് പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകി. ബംഗാളിൽ BJP-യുടെ വിഭജന പ്രദേശമാണിത്. ഇവർക്കെല്ലാം പുതിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കേണ്ടതാണ്. എന്നാൽ ഒരാൾ പോലും ഇതുവരെ ഇന്ത്യൻ പൗരത്വത്തെ
ഇവരാരും തയ്യാറല്ല. देश में करोड़ों की संख्या में घुसपैठिए घुसे हुए हैं, दीमक की तरह चाट गए हैं देश के भविष्य को. उनको उखाड़ फेंकना चाहिए या नहीं उखाड़ फेंकना चाहिए. പശ്ചിമ ബംഗാളിൽ നിന്ന് വ്യത്യസ്തമാണ് അസം. ഇവിടെ ഒരു പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. പൗരത്വ രജിസ്റ്ററിൽ പേരില്ലാത്തവരൊന്നും നിലവിൽ ഇന്ത്യക്കാരല്ല. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയ വിവരമനുസരിച്ച് പൗരത്വ രജിസ്റ്ററിൽ പേരില്ലാത്ത 16 ലക്ഷം പേർ അസമിലുണ്ട്. ഇവരിലെ 7 ലക്ഷം മുസ്ലിങ്ങൾ, 5 ലക്ഷം ബംഗാളി ഹിന്ദുക്കൾ, 2 ലക്ഷം അസം ഹിന്ദുക്കൾ, 1.5 ലക്ഷം ഗൂർഖകൾ, 3.5 ലക്ഷം മറ്റുള്ളവർ. ഇവരിലെ മറ്റുള്ളവർ ആരാണെന്നതിനെക്കുറിച്ച് വ്യക്തത വരുത്താൻ അസം സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പുതിയ പൗരത്വ ഭേദഗതി നിയമമനുസരിച്ച് 7 ലക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് പൗരത്വം ലഭിക്കും. എന്നാൽ അത്രയും വരുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം ലഭിക്കില്ല. ബംഗാളിലെ പോലെ അസമിലും ഇതുവരെ ഒരാൾ പോലും പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ല. അസമിൽ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പൗരത്വ രജിസ്റ്ററിൽ നിറയെ ക്രമക്കേടാണ്. കെടുകാര്യസ്ഥതയുടെ ഇരകളാവുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരാണ്. കൊക്രാജാറിലെ അജ്മൽ ഗ്രാമത്തിലെത്തിയാൽ ഇതെല്ലാം നേരിൽ കാണാം. আমার মোর নাম আছে, ওর বাপের নাম আছে, 4-4টে বেটি আর 3টে বেটি বেশি নেই। 3টে বেটি হাত দিয়ে দেখা যায় না? ওই যে বার্থ সার্টিফিকেট না গেলা বানাই বার্থ সার্টিফিকেট না হওয়ার জন্য ওই 3টের জন্য হয় না। देश में करोड़ों की संख्या में घुसपैठिए घुसे हुए हैं, दीमक की तरह चाट गए हैं देश के भविष्य को. उनको उखाड़ फेंकना चाहिए या नहीं उखाड़ फेंकना चाहिए. আমার বেটি প্রথম বেটি, এটা মানে ফার্স্ট একটা লোড়া, তারপর এটা মাজত আর একটা লোড়া আছে। তার জন্ম সার্টিফিকেট অল্প ভুল হওয়ার কারণে স্কুল সার্টিফিকেট বলে কাউন্সিল করে রাখা হয়। গেছিল তো ভালো হচ্ছে বলে না ওটি। देश में करोड़ों की संख्या में घुसपैठिए घुसे हुए हैं, दीमक की तरह चाट गए हैं देश के भविष्य को. उनको उखाड़ फेंकना चाहिए या नहीं उखाड़ फेंकना चाहिए. ബംഗാളിനും അസമിനും അപ്പുറം പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്ന പലതുമുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ ലക്ഷണങ്ങളാണ് രാജ്യത്തെ പലയിടങ്ങളിലും ഇന്ന് കാണുന്നത്.